മുട്ടുവേദനന്റെ ഗുളിക എഴുതിയതാണ് കേട്ടോ. കഴിച്ചു നോക്ക്, കുറവില്ലെങ്കിൽ ഓർത്തോ ഡോക്ടറെ കാണിക്കണം. ഇവിടെ ഡെയിലി ഓർത്തോ ഡോക്ടർ വരലുണ്ട്. ഞാൻ ഇപ്പം ആരെ കാണിച്ചിട്ടും എൻ്റെ മുട്ടുവേദന മാറും തോന്നുന്നില്ല. അതെന്താ? മരുവൊക്കെ ഊരവേദന കുറേ കാലമായില്ലേ തുടങ്ങിയിട്ട്. മരുമോളെ കൊണ്ടുവന്നോ കാണിക്കാന്? എത്തിന് കാണിച്ചിന്? ഓക്കൊന്ന് ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഊരവേദന അല്ലേ? സിസേറിയനോ? ആ. അതിനെങ്ങനെ ഊരവേദന വരിക? എങ്ങനെ വരാതൊക്കെ? നട്ടെല്ല് വളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സൂചി കുത്തി മലർത്തിയിട്ടല്ലേ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണേ? കീറി മുറിച്ചല്ലേ? പിന്നെ ആ വേദന കാലാകാലം അവിടെ നിൽക്കല്ലേ കുട്ടീൻ്റെ മേല്? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? അതാണ് സ്പൈനൽ അനസ്തീഷ്യ. അതായത് നമ്മൾ ഓപ്പറേഷൻ ചെയ്തില്ലേ, വയറിന് താഴെ തരിപ്പിക്കുന്നതാണത്. ഒരു ചെറിയൊരു സൂചിയാണ്. ഒരു വിട്ടിട്ടോ, ആ സൂചി ഇവിടെ ഉണ്ട്. അതിന് ഇതാ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഈ സൂചി? പഠിച്ചോനെ എത്ര എളുപ്പമുള്ളൂ. ഈ സൂചിയാണ്. ഉള്ളിൽ കുത്തി കയറ്റാറിനപ്പോഴേ ഞാൻ വിചാരിച്ചു നല്ല നീളും മണ്ണൊക്കെ ഉണ്ടാവുന്ന്. ഇതാണ് ഈ പാവം സൂചിനാണ് നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ബാക്കിലൂടെ പോയിട്ട് കുത്തിയിട്ട് ഒരു സ്പേസ് എത്തും. ആ സ്പേസിലെത്തുമ്പോൾ ഈ ഇഞ്ചക്ഷൻ മരുന്ന് അതിലേക്ക് കയറ്റും. അതോടെ നമുക്ക് തരിപ്പ് വരും. നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട സ്ഥലം തരിച്ചു വരും. അതോടെ ഇത് പുറത്ത് വരും. കഴിഞ്ഞു, കത്തം, ടാറ്റ, ബൈ ബൈ, വേസ്റ്റിൽ പോയി. ഇതേ ഉള്ളൂ സംഭവം. അതാണ്. പിന്നെ ഇതിനാണ് എല്ലാവരും ഈ പാവം സൂചിനെ കുറ്റപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഊരവേദനക്ക് കുറ്റപ്പെടുത്തണ്ട. പഠിച്ചോനെ നോക്കിയാണ് ആ പെൺകുട്ടി എന്നിട്ട് 2 കൊല്ലായി ഊരവേദന എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച. നോക്കി, ഈ സൂചി വെച്ചിട്ട് ആണുങ്ങൾക്കും എത്രയോ സർജറി ചെയ്യലുണ്ട്. പക്ഷെ ആണുങ്ങൾ ബാക്ക് പെയിൻ പറയുന്നില്ലല്ലോ, ഊരവേദന പറയുന്നില്ലല്ലോ. ശരി തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞേ? അപ്പൊ എന്താണ് പെണ്ണുങ്ങൾക്ക് ബാക്ക് പെയിൻ വരാൻ കാരണം? നിരവധിയാണ്. ഒന്നാമത് ചിലപ്പോൾ വല്ല വിറ്റാമിൻ്റെ കുറവ്, കാൽഷ്യത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ അവർ ഇരുന്ന് പാലൂട്ടുമ്പോൾ അവരുടെ ബാക്ക് പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ടാവില്ല, പൊസിഷൻ റെഡി ആവില്ല. പിന്നെ നമ്മൾ ഈ തുടക്കലും അടിക്കലും ഇതൊക്കെ ഉണ്ടല്ലോ, കുമ്പിടല്, അങ്ങനെ അനീമിയ, രക്തക്കുറവ് ഉണ്ടാകുമ്പോൾ വരും. പിന്നെ മരുമോളെ കാണിച്ചാൽ കിട്ടോ, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അല്ലാതെ ഊരവേദന പറയില്ലല്ലോ. ഈ കാരണമല്ല കേട്ടോ. ആയിക്കോട്ടെ, ഞാൻ പോയിട്ടൊന്ന് ഞാൻ തീരുമാനമാക്കിയോളാം. എന്താ ഈ വേദന എന്ന് അറിയാനാണല്ലോ. വേദനക്ക് വേറെ കാരണങ്ങൾ ഉണ്ടാവും, അത് കണ്ടുപിടിക്കണം. ആയിക്കോട്ടെ, കണ്ടുപിടിച്ചാ